അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിനെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അവൻ്റെ ഏറ്റവും വലിയ വീടായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ. ഇന്ത്യ അതിൻ്റെ 77ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യ സമരവും അഹിംസയും എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ആദ്യമായി ഇന്ത്യ എങ്ങനെയാണ് കൊളോണിയലിസത്തിലേക്ക് നയിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1498 ആദ്യമായി പോർച്ചുഗീസുകാർ കാപ്പാട് കടപ്പുറത്ത് കപ്പലിറങ്ങിയത്. അതിനുശേഷം 1600 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാവുകയും അവരുടെ ഒരു പ്രതിനിധി ഇന്ത്യയിൽ വരികയും മുഗൾ ചക്രവർത്തിമാരോട് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി ആവശ്യപ്പെടുകയും ചെയ്തു. അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ സൂറത്തിൽ അവർ അവരുടെ ഫാക്ടറി സ്ഥാപിക്കുകയും അങ്ങനെ അവർ ഇന്ത്യയിൽ കച്ചവടം ആരംഭിക്കുകയും ചെയ്തു. 1600 മുതൽ 1757 വരെയുള്ള കാലഘട്ടത്തിൽ പ്രധാനമായും ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ വേണ്ടിയായിരുന്നു. എന്നാൽ 1757 പ്ലാസി യുദ്ധത്തോടു കൂടി ഇന്ത്യയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടുവാനും ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുവാനും അവർ ആരംഭിച്ചു. ബ്രിട്ടീഷുകാർക്ക് പുറമെ ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇന്ത്യയിൽ വന്നെങ്കിലും അവർക്കൊന്നും ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുവാൻ സാധിച്ചിരുന്നില്ല. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനെ ബ്രിട്ടീഷ് മോണോപോളി എന്നറിയപ്പെടുന്നു. ഒന്നാമതായി, ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് കച്ചവടത്തിനായി അയക്കപ്പെട്ട ഏക കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം അവർ കമ്പനിക്ക് നൽകാമെന്നും കമ്പനി തിരിച്ച് അവർക്ക് സൈനിക സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു ഇന്ത്യയിൽ അവർക്ക് അധികാരം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സ്ഥാപിച്ചത്. അതിനുശേഷം നടന്ന കർണാട്ടിക് യുദ്ധങ്ങളിൽ വിജയം കൈവരിക്കുവാനും ബ്രിട്ടീഷുകാരുടെ ഈ സഹായങ്ങളായിരുന്നു അവർക്ക് പ്രചോദനമായത്. ഇത്രയും സൈനിക ശക്തിയും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ് പിന്തുണയുമുള്ള ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്യുവാൻ ആവശ്യമായ സൈനിക ശക്തി ഇന്ത്യക്കില്ലായിരുന്നു. അവിടെയാണ് ഗാന്ധിജിയുടെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹം എന്ന ആശയത്തെ നാം മനസ്സിലാക്കേണ്ടത്. 1893 മുതൽ 1915 വരെയുള്ള നീണ്ട 22 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിൽ ജീവിച്ച ഗാന്ധിജി അവിടെ ധാരാളം വിവേചനങ്ങൾ അനുഭവിച്ചു. കറുത്ത വർഗ്ഗക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാരെന്ന് അനുഭവിക്കുന്ന എല്ലാ വിവേചനങ്ങളും അനുഭവിച്ച ഗാന്ധിജി ഇവയെല്ലാം നേരിട്ടത് തൻ്റെ സത്യാഗ്രഹം എന്ന ആശയത്തിലൂടെയായിരുന്നു. ഇതിലെല്ലാം വിജയം കണ്ടെത്തുവാനും ഗാന്ധിജിക്ക് സാധിച്ചു. അങ്ങനെ 1915 മടങ്ങി വന്ന ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അഹിംസ എന്ന ആശയത്തെ ഉപയോഗിച്ചു. ആദ്യമായി ഇന്ത്യയിലെത്തിയ ഗാന്ധിജി ഇന്ത്യയുടെ നീളം യാത്ര ചെയ്യുകയും ഇന്ത്യയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അഹിംസയിലൂന്നിയ സത്യാഗ്രഹ പരിപാടികൾക്ക് തുടക്കമിടുകയും തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഗുജറാത്തിൽ അദ്ദേഹം ഒരു പ്രസ്ഥാനം സ്ഥാപിക്കുകയും ചെയ്തു. 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലായിരുന്നു ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ പങ്കെടുത്തത്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ കർഷകരോട് ബ്രിട്ടീഷുകാർ വിളയുടെ 30% നീലം കൃഷി ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അത് നിരസിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ അവരെ ചൂഷണം ചെയ്യുകയും നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1916 ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ
കർഷക പ്രതിനിധിയായ രാജ്കുമാർ ശുക്ല സമീപിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയും ചെയ്തു. ഉടനെ ബീഹാറിലെത്തിയ ഗാന്ധിജി ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ബീഹാറിന് പുറത്തുള്ള ജനങ്ങളോട് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം പൊതുവിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, ഹോസ്പിറ്റലുകൾ എന്നിവ വൃത്തിയാക്കുവാനും ഐത്തോച്ചാടന മാർഗങ്ങളിൽ വ്യാപകരാകുവാനും ജനങ്ങളോട് കൽപ്പിച്ചു. ഇതായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം. ഇതിൻ്റെ ഫലമായി ഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യുകയും ഗാന്ധിജിയോട് ബീഹാർ വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജയിലിന് പുറത്ത് തടിച്ചിരുന്ന 1000-ഓളം കർഷകർ സമരം ചെയ്തതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഗാന്ധിജിയെ വെറുതെ വിട്ടു. അതിനുശേഷം അഹമ്മദാബാദ് മിൽ സമരത്തിലും ഗാന്ധിജി നേതൃത്വം നൽകി. 1917 കാലഘട്ടത്തിൽ അഹമ്മദാബാദിൽ വ്യാപിച്ച പ്ലേഗ് മൂലം ധാരാളം തൊഴിലാളികൾ മരണപ്പെട്ടു. മറ്റുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തിന് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തു. എന്നാൽ പലായനത്തിൽ നിന്ന് തൊഴിലാളികളെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ അഹമ്മദാബാദിലെ മിൽ ഉടമകൾ 80% പ്ലേഗ് ബോണസ് അനുവദിച്ചത്. എന്നാൽ 1918 പ്ലേഗ് ബോണസ് എടുത്തു കളയുകയാണെന്ന് പ്രഖ്യാപിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ തൊഴിലാളികൾ സമരത്തിനിറങ്ങി. അഹമ്മദാബാദ് മിൽ തൊഴിലാളി സംഘടനയുടെ പ്രസിഡന്റിന്റെ മകളായ അനസൂയ സാരാഭായ് ഗാന്ധിജിയെ സമീപിക്കുകയും പ്രശ്നത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഗാന്ധിജി അഹമ്മദാബാദ് മിൽ സമരത്തിൽ പങ്കെടുക്കുന്നത്. അഹമ്മദാബാദിലെ ഗാന്ധിജി അഹമ്മദാബാദിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ച് അവരുടെ വരുമാനവും ചെലവും പരിശോധിച്ച് 35% പ്ലേഗ് ബോണസ് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നിരസിച്ച മുതലാളിമാർക്കെതിരെ ഗാന്ധിജി 1918 മാർച്ച് 15 നിരാഹാര സമരം ആരംഭിച്ചു. 3 ദിവസത്തെ നിരാഹാര സമരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഗാന്ധിജിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും എന്നാൽ ഗാന്ധിജിയോട് ഇനി ഒരിക്കലും തൊഴിലാളികളുടെ പ്രശ്നത്തിൽ പങ്കെടുക്കരുത് എന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇത് നിരസിച്ച ഗാന്ധിജി വീണ്ടും നിരാഹാരം കടക്കുകയും പിറ്റേ ദിവസം തന്നെ എല്ലാ ആവശ്യങ്ങളും മുതലാളിമാർ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവയായിരുന്നു ഗാന്ധിജി ഇന്ത്യയിൽ രൂപം നൽകിയ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരങ്ങൾ. പിന്നീട് 1919 സർ സിഡ്നി റൗലറ്റ് പുറത്തിറക്കിയ റൗലറ്റ് നിയമത്തിൻ്റെ ഭാഗമായി റൗലറ്റ് നിയമം ഇന്ത്യയിലെ ജനങ്ങളുടെ പൗരാവകാശങ്ങളെ ഹനിക്കപ്പെട്ടു. ഇന്ത്യയിലെ ഏതു പൗരനെയും ചോദ്യം ചെയ്യാതെ ജയിലിലടക്കാനും അനിശ്ചിതകാലം ജയിലിലടക്കാനും ഈ നിയമം ബ്രിട്ടീഷുകാർക്ക് അവകാശം നൽകി. ഇതിൻ്റെ ഫലമായി ധാരാളം ആളുകളെ ജയിലിലടച്ചു. ജയിലുകൾ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ഈ സമയത്തായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടനീളം ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇതിന് ഇന്ത്യക്കാരിൽ നിന്ന് വലിയ പ്രതികരണമാണ് ലഭിച്ചത്. 1919 ഏപ്രിൽ 6 നടന്ന ഹർത്താലിൽ എല്ലാ ജനങ്ങളും പങ്കെടുക്കുകയും ആ ദിവസം മൊത്തം ജനം സ്തംഭിക്കുകയും ചെയ്തു. റൗലറ്റ് നിയമത്തിനെതിരെ ഉയർന്നു വന്ന ഹിന്ദു മുസ്ലിം ഐക്യത്തെ വളർത്തിയെടുക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത്. തുർക്കിയിലെ ഖലീഫ ഇസ്ലാമിക ഭരണകൂടത്തിലെ എല്ലാവരുടെയും ഖലീഫയായിരുന്നു. എന്നാൽ 1-ാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടൻ്റെ എതിർസന്ധിയിലായിരുന്നു തുർക്കി ഉണ്ടായിരുന്നത്. തുർക്കിക്കെതിരെയും തുർക്കിയിലെ ഖലീഫക്കെതിരെയും ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ചെയ്തികൾക്കെതിരെയായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമായിരുന്നു. എന്നാൽ പിന്നീട് ചേർന്ന അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയിൽ അതിൻ്റെ അധ്യക്ഷനായി മഹാത്മാഗാന്ധിയെ തിരഞ്ഞെടുത്തു. അതിനുശേഷം മഹാത്മാഗാന്ധി ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം.
നിസ്സഹകരണ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് ഖിലാഫത്ത് പ്രസ്ഥാനമായിരുന്നെങ്കിലും 1920 സെപ്റ്റംബർ 5 നാഗ്പൂരിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിനായിരുന്നു അതിനെ പ്രഖ്യാപിച്ചതും അത് നിലവിൽ വന്നതും. നിസ്സഹകരണ പ്രസ്ഥാനം പ്രധാനമായും 2 തരം കർമാത്മക പരിപാടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഒന്നാമതായി പരിഷ്കരണ പ്രവർത്തനവും രണ്ടാമതായി ക്രിയാത്മക പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, നികുതി കൊടുക്കാതിരിക്കുക, വിദേശ പദവികൾ തിരിച്ചു നൽകുക, കോടതികൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്നിവയായിരുന്നു ബഹിഷ്കരണ പ്രവർത്തനങ്ങൾ. ഇതിൻ്റെ ഫലമായി ഗാന്ധിജി ബ്രിട്ടീഷുകാർ നൽകിയ കൈസർ ഹിന്ദ് എന്ന പദവി തിരിച്ചു നൽകുകയും രവീന്ദ്രനാഥ ടാഗോർ സർ എന്ന പദവി തിരിച്ചു നൽകുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനായി വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുവാനും ഐത്തോച്ചാടന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനും ഗാന്ധി ജനങ്ങളോട് കൽപ്പിച്ചു. അതുപോലെ തന്നെ സ്വദേശി വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാനും ഖാദി വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുവാനും ഗാന്ധിജി കൽപ്പിച്ചു. ദേശീയ വിദ്യാലയങ്ങളുടെ നിർമ്മാണവും നടന്നു. ഇവയായിരുന്നു ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ. ഇന്ത്യയിലെ ജനങ്ങൾ ധാരാളമായി പങ്കെടുത്ത ഒരു സമരമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. കാരണം ഇന്ത്യയിലെ സാധാരണക്കാർക്കും ചെറിയവർക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു വ്യത്യാസമില്ലാതെ ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിച്ചു. എന്നാൽ 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗര ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ 1000ഓളം വരുന്ന കർഷകർ തീയിട്ടതിനെ തുടർന്ന് 22 പോലീസുമാർ കൊല്ലപ്പെട്ടതോടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും സത്യാഗ്രഹമെന്ന ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രഖ്യാപനത്തെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ സുഭാഷ് ചന്ദ്രബോസും വിശേഷിപ്പിച്ചത് ദേശീയ ദുരന്തമെന്നായിരുന്നു. കാരണം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഇതിലേറെ തടസ്സത്തിലാക്കാൻ സാധിച്ച മറ്റൊരു സമരത്തിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 1929 ലാഹോറിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലായിരുന്നു സിവിൽ നിയമലംഘനം നടത്താൻ ഗാന്ധി തീരുമാനിച്ചത്. അന്ന് കാലത്ത് ഉപ്പുൽപാദനത്തിന് ആളുകൾ നികുതി നൽകേണ്ടിയിരുന്നു. അതുപോലെ 1929 ആ നികുതി ഇരട്ടിയായി വർദ്ധിപ്പിച്ചത് ജനരോഷം ഇരട്ടിപ്പിച്ചു. അതുപോലെ ജനങ്ങളുടെ നിത്യോപയോഗ വസ്തുവായിരുന്നു ഉപ്പ്. ഈ കാരണങ്ങളായിരുന്നു ഉപ്പിനെ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ആയുധമാക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെ 1930 മാർച്ച് 12 തൻ്റെ 72 അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി പോയ ഗാന്ധിജി ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഇതിന് ഇന്ത്യയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. കേരളത്തിൽ കെ കേളപ്പനും മുഹമ്മദ് അബ്ദുൽ റഹിമാനും ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. മറ്റു വനപ്രദേശങ്ങളിലെ ആളുകൾ മരം മുറിച്ചും ഇതിന് പിന്തുണ അറിയിച്ചു. ഇവയായിരുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് ആദ്യകാലത്ത് ഇന്ത്യയിൽ ലഭിച്ച പ്രതികരണങ്ങൾ. ഇങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാ ഭാഗങ്ങളിലും നമുക്ക് അഹിംസയുടെ ഉപയോഗം കാണാൻ സാധിക്കും. പ്രധാനമായും 1917 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു അഹിംസയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയുധമായി ഉപയോഗിച്ചത്. ഈ കാലഘട്ടത്തിൻ്റെ ഗാന്ധിയൻ കാലഘട്ടം എന്നും അറിയപ്പെടുന്നു. അഹിംസയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആയുധമാക്കി ഉപയോഗിക്കാനുണ്ടായ കാരണങ്ങൾ പലതുണ്ടായിരുന്നു. പ്രധാനമായും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അതിൽ പങ്കാളികളാകാൻ സാധിക്കുമെന്നത് തന്നെയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. വാഹദാവൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.